ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ള ഒരു കാര്യം, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്തായി തീരും എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് എന്തായിട്ട് തീരും, ഫ്യൂച്ചറിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സിറ്റുവേഷൻ മാറാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യവും കൂടിയാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായി മാറും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് സോഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ്. 7 ഓഫ് സോഡ്സ്, 10 ഓഫ് വാൻഡ്സ്, ഡെത്ത് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 ഓഫ് സോഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് സോഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് പെന്റക്കിൾസ്, 4 ഓഫ് കപ്സ്, ചാരിയോട്ട് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് 5 ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. 5 ഓഫ് സോഡ്സ് ഇവിടെ കിട്ടി, 5 ഓഫ് വാൻഡ്സ് താഴെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ദ ടവർ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പേരും സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് ഇമോഷണലി ഈ ഒരു പേഴ്സണിൽ നിന്ന് അകന്നിരിക്കുന്ന അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് വളരെ ഒരു കൺട്രോളിങ് പവർ അല്ലെങ്കിൽ ഈഗോ ഒക്കെ ഉള്ള ഒരു വ്യക്തി ആണ്, വളരെ കൂടുതലായിട്ട് ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് കാണിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ 7 ഓഫ് സോഡ്സ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്, സത്യങ്ങൾ മുഴുവനായിട്ടും നിങ്ങളോട് തുറന്നു പറയാതിരുന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ 5 ഓഫ് സോഡ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഫൈറ്റുകൾ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടാവാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടായിട്ടുള്ള ആകാം, അതുപോലെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവാം. ഇതൊക്കെ നടന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നാണ് കാണുന്നത്. ഇതൊക്കെ ചേർന്ന് ഈ ഒരു ബന്ധത്തിൽ കുറെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഹിഡൻ ആയിട്ടുള്ള ഒളിഞ്ഞിരിക്കുന്ന രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കുറേയേറെ കാര്യങ്ങളും ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ അതൊക്കെ കൂടാതെ ഇവിടെ ഈഗോ ക്ലാഷസും ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഒന്നുമില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ പേഴ്സണ് നല്ല ഈഗോ ക്ലാഷ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേർക്കും ഈഗോ ക്ലാഷസ് ഉള്ള ഒരു വ്യക്തികളാണ് എന്നാണ് മനസ്സിലാകുന്നത്. നല്ല ഈഗോ ഉള്ള വ്യക്തികളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേയേറെ പ്രശ്നങ്ങൾ വന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ്സുകൾ വന്നു. ഈ ഒരു ബന്ധം വളരെ ഒരു വൾഗർ ആയിട്ടുള്ള ഫേസിലേക്കൊക്കെ പോയി എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷനിൽ ഉള്ള സമയമാണെങ്കിൽ പോലും ഒത്തിരി ആളുകൾക്ക് ഇത് സെപ്പറേഷൻ നമുക്ക് മനസ്സിലാകുന്നു. ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ആ ഒരു അവസ്ഥയിൽ പോകുന്ന ആളുകളെയും കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 10 ഓഫ് വാൻഡ്സ് കാണിച്ചു തരുന്നത് ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും മെന്റലിയും അതുപോലെ ഇമോഷണലിയും വളരെ ഒരു ഭാരമായിട്ട് അനുഭവപ്പെടുകയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് നിങ്ങളും വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ചിന്തിക്കുകയാണ്. ഇമോഷണലി മെന്റലി ഈ ഒരു റിലേഷൻഷിപ്പ് മാറ്റണം, എൻ്റെ ലൈഫിൽ ഈ ഒരു പേഴ്സണും വേണ്ട, ഈ ഒരു പേഴ്സണിന്റെ ചിന്തകളും വേണ്ട, എല്ലാം മറന്നു കളയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ രണ്ട് സൈഡിലുള്ള ആളുകളും അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭാരമായിട്ട് കാണുന്നു. 2 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാള് അല്ലെങ്കിൽ രണ്ടുപേരും
ഒരു തീരുമാനം എടുക്കാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അവോയ്ഡ് ചെയ്യുന്ന നിലയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണുമായിട്ട് കൂടി ചേർന്ന് പോകണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാനാണ് ചാൻസ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഭാരമായിട്ട് ഈ റിലേഷൻഷിപ്പ് തോന്നിക്കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവോയ്ഡ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അവരാദ്യം മിണ്ടട്ടെ എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം സംസാരിക്കട്ടെ, എനിക്കിപ്പോൾ ആ ഒരു പേഴ്സൺ ഇല്ലാതെയും ജീവിക്കാൻ പറ്റും എന്ന രീതിയിലൊക്കെ ഈഗോ ക്ലാഷസിൽ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തികളും ഉണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ടവർ കാർഡ് കാണുന്നുണ്ട്. ടവർ കാർഡ് ഇത് ഫ്യൂച്ചറിൽ വലിയൊരു മാറ്റത്തിന്റെ കാർഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ തന്നെ നമുക്കിവിടെ ഡെത്തിന്റെ ഒരു കാർഡും കാണിക്കുന്നുണ്ട്, ഒരു ടവർ കാർഡും കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരു വലിയ കോമ്പിനേഷനാണ്, ഒരു ശക്തമായ കോമ്പിനേഷന്റെ കാർഡുകളാണ് ഡെത്ത് കാർഡും ടവർ കാർഡും. അപ്പോൾ ഇത് വളരെ ശക്തമായ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ ഈ ഒരു ബന്ധം തുടരുമെന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റില്ല. ഒരു സഡൻ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ട്രൂത്ത് റിവീല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലരുടെയൊക്കെ ലൈഫിൽ അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം. പെട്ടെന്ന് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ആ ഒരു പേഴ്സണെ സംസാരത്തിന്റെ ആ ഒരു ശൈലി മാറിയിട്ടുണ്ടാവാം. ഇതുവരെ ഞാൻ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു വ്യക്തിയാണോ ഇത് എന്ന് വരെ ചിന്തിച്ചു പോകുന്ന ഒരു അവസരം, ആ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അതാണ് ഒരു ട്രൂത്ത് റിവീൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റാളുകൾ വന്നിട്ട് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പെരുമാറി അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിച്ചു, നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങൾ, അതൊരു സത്യാവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം. അങ്ങനെ ഒരു ഷോക്ക്, ഒരു സഡൻ ഷോക്ക്, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് തന്നെ സൈലന്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞ് നിർത്തി പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം പക്ഷെ അത് വലിയൊരു പ്രശ്നമാക്കി കാണിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത അവരുടെ ഒരു മുഖം നിങ്ങളുടെ മുന്നിൽ കണ്ടു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങൾ അവർ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സഡൻ ഷോക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനുശേഷം ആ ഒരു ഷോക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ആളുകളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു കാര്യം വരാനായിട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അത് നിങ്ങളെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കും. അതിനുശേഷം മാത്രമാണ് ഒരു റിയൽ ട്രാൻസ്ഫോർമേഷൻ പീരീഡിലേക്ക് നിങ്ങൾ രണ്ടുപേരും പോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത് പഴയ പോലെ അങ്ങനെ ഒന്ന് കോംപ്രമൈസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പലപ്പോഴും ബ്രേക്കപ്പിലേക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരികയും പഴയതുപോലെ തുടർന്ന് പോവുകയും ചെയ്തിട്ടുമുണ്ടാകാം. പക്ഷെ ഇനി ഇത് പഴയതുപോലെ തുടരില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വലിയ മാറ്റം ഈ റിലേഷൻഷിപ്പിൽ നിർബന്ധമായിട്ടും വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കും. അപ്പോൾ ഇമോഷണൽ ആയിട്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു ജെനുവിൻ ലവ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കെയർ ഉണ്ട്, ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹവും ഉണ്ട്. അപ്പം ശരിക്കും ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ ഒരു പേഴ്സണും അതുപോലെ തന്നെ നിങ്ങൾക്കും ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജെനുവിൻ ആയിട്ടൊരു സ്നേഹമുണ്ട്, കെയറിങ്ങും ഉണ്ട്, അതുപോലെ സ്റ്റെബിലിറ്റി വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ 4 ഓഫ് കപ്സ് വരുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇവരെയും നിങ്ങളെയും പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആദ്യമേ സമയത്തൊക്കെ കിട്ടിയിരുന്ന ആ ഒരു സന്തോഷമൊന്നും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്കും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും കിട്ടുന്നില്ല. ശരിക്കും ഒരു ബോറാകുന്ന ഫീല് പോലെ തോന്നുകയാണ്. ഇമോഷണലി അവർ ഡിസ്കണക്ട് ആയി പോകുന്ന പോലെ അവർക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ ഒരു പേഴ്സൺ ഇമോഷണലി നിങ്ങളിൽ നിന്ന് ഡിസ്കണക്ട് ആയി പോയി എന്ന പോലെ. അതായത് സ്നേഹം ഉണ്ടെങ്കിലും അത് ഫീൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട് മനസ്സിലുണ്ടെങ്കിലും മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ ഒരു സ്നേഹത്തിന് മുകളിൽ ആ പറഞ്ഞു പോയ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് ഒരു കണക്ഷൻ, നല്ലൊരു ഡീപ്പ് കണക്ഷൻ എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇവിടെ ഒത്തിരി ആർഗ്യുമെന്റ്സ്, അതുപോലെ തന്നെ മത്സരങ്ങൾ, നിങ്ങൾ തമ്മിൽ പല മത്സരങ്ങൾ നടന്നിട്ടുണ്ട്, കോമ്പറ്റീഷൻസ് നടന്നിട്ടുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ഈ ബന്ധം ശരിക്കും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്നേഹത്തിലൂടെ പോകുന്ന ഒരു ബന്ധമല്ല. പക്ഷെ
ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും തന്നെ ഒരു സ്ട്രഗിൾസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ട് ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പേജ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, അതുപോലെ ചാരിയറ്റ് കാർഡ് ഉണ്ട്. ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പേജ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുതിയ തുടക്കം തന്നെയാണ്, പോസിബിലിറ്റി ഉണ്ട് പുതിയ തുടക്കത്തിനുള്ള, പക്ഷെ അത് സ്ലോ ആയിരിക്കും, ഇൻമച്ചുറും ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചാരിയറ്റ് കാർഡിന്റെ ഇതിലേക്ക് വരുമ്പോൾ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ ഉണ്ട് മുന്നോട്ട് പോകാനായിട്ട്, എഫേർട്ട് ഇടുകയാണെങ്കിൽ മുന്നോട്ട് പോകാം എന്നൊരു രീതിയിലാണ് ഇത് കാണുന്നത്. പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ വേണം, എന്നാൽ മാത്രമാണ് ഇതിലൊരു സക്സസ് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. ഫ്യൂച്ചറിൽ അതാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ടവർ കാർഡും ഡെത്ത് കാർഡും ഓൾറെഡി ഇവിടെ വന്നതുകൊണ്ട് ഈ ഒരു പുതിയ തുടക്കം വരുന്നതിന് മുൻപ് ആ ഒരു പഴയ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി തകർന്നോ ആ ഒരു രീതിയിലായിരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ ആയോ ഒക്കെ അങ്ങനെ തീരണം. എന്നതിന് ശേഷമേ ഒരു പുതിയ തുടക്കം അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ബന്ധം ഇപ്പോൾ വളരെ ഒരു ഹെവി ആണ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെയാണ് പോകുന്നത്. ഇതിന്റെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഫ്യൂച്ചറിൽ ഒരു ബ്രേക്കപ്പ്, ഒരു വലിയ ഒരു ഹൃദയവേദന വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്നാണ് നമുക്ക് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. അതിനുശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിന്റെ ഒരു ഹെൽത്തിയർ വേയിലേക്ക്, ഒരു ഹെൽത്തി വേയിലേക്ക് ഈ റിലേഷൻഷിപ്പ് മാറും. അത് രണ്ട് കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ നടക്കാനുള്ള ചാൻസസ് ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സത്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരു പീസ് തരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ പെയിൻ ആണോ കൂടുതലായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ പിന്നെ നമ്മൾ അതും പിടിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു സമാധാനമുള്ള വേദന മാത്രമാണ് ഇതിൽ ഉള്ളതെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അപ്പം സ്നേഹമുണ്ട്, പക്ഷെ ഇതിപ്പോ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള സ്നേഹമല്ല. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ സ്റ്റേബിൾ ആവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനും പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിൽ നിങ്ങളെ ചൂസ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇതൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സിറ്റുവേഷനോട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ റീഡിങ് ഈ ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്. ഇപ്പോ നിങ്ങൾ ഇമോഷണലി ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഇമോഷണലി ഒത്തിരി അറ്റാച്ച്ഡ് ആണ്, എങ്കിലും മെന്റലി നിങ്ങൾ വളരെയധികം ടയേർഡായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെല്ലാം സഹിച്ചു പോകുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വേദനകളെല്ലാം നിങ്ങൾ ഇങ്ങനെ സ്വയമേ സഹിക്കുകയാണ്, നിങ്ങളുടെ വേദനകളൊന്നും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവരതൊന്നും കെയർ ചെയ്യുന്നില്ല. പലപ്പോഴും അവരെ തന്നെ കെയർ ചെയ്യാനും അവരുടെ കൂടെയുള്ള ആളുകളെ കെയർ ചെയ്യാനാണ് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ആ ഒരു എല്ലാം സഹിച്ചു പോകുന്ന രീതി അത് മാറ്റണം. എനിക്ക് പെയിൻ തരുന്ന കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് ഇവിടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സത്യം എന്താണോ അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്കിവിടെ 7 ഓഫ് സോഴ്സ് ഉണ്ട്, അതുപോലെ 2 ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ചില സത്യങ്ങൾ അറിയാം, പക്ഷെ അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു. അപ്പൊ ആ ഒരു സത്യം എന്നോടെ സത്യമാണ്, അതൊരിക്കലും ആ ഒരു നുണയായിട്ട് മാറാനായിട്ട് പോകുന്നില്ല. അപ്പൊ ആ ഒരു സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മാറണമെങ്കിൽ അത് മാറണം എന്നുള്ളതാണ്. അതൊരിക്കലും അവഗണിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കുറച്ച് നാളത്തേക്ക് പോകാനായിട്ട് പറ്റുമായിരിക്കും, പക്ഷെ അതിനുശേഷം എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു സത്യം അംഗീകരിക്കണം. അപ്പൊ ആ എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ഇനി ഒരു റിയാലിറ്റി എന്താണ് അതിനുള്ളത്, അതിനകത്തുള്ള ആ ഒരു റിയാലിറ്റി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. ഇല്യൂഷൻസ് വിട്ട് പുറത്തു വരണം. നിങ്ങളുടേതായ കുറെ സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടിട്ട് ശരിക്കുമുള്ള റിയൽ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫിലേക്ക് നിങ്ങൾ തിരികെ വരണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പം ഈ ഒരു വ്യക്തിയോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കാതിരിക്കുക. നിങ്ങളുടെ റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട് നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കുക. ഈ ഒരു കൺഫ്യൂഷനും അതുപോലെ നിങ്ങൾക്ക് തന്നെ അവഗണിക്കുന്ന ഒരവസ്ഥ അതൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാം.
അപ്പോൾ നിങ്ങളെ തന്നെ മാറ്റി നിർത്തുന്നു, നിങ്ങളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ള ആളുകളുടെ വേദനയുണ്ട്, അവരുടെ സിറ്റുവേഷൻസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളോട് തന്നെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ താഴേക്ക് നെഗറ്റീവിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അത് നിങ്ങൾ ടോളറേറ്റ് ചെയ്യേണ്ട ഒന്നല്ല. നിങ്ങളെയാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സമാധാനത്തെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അറ്റാച്ച്മെന്റിനെ അല്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ആ ഒരു പേഴ്സണെ അല്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം, സന്തോഷം, അതിനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഈ ഒരു ബന്ധം ഒരു സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും, അതായത് എപ്പോഴും പലപ്പോഴും തന്നെ വല്ലപ്പോഴും ഒക്കെ കുറച്ചൊരു സ്നേഹവും സന്തോഷവും ഒക്കെ കിട്ടുന്നതല്ലാതെ ബാക്കി ഫുൾ ടൈം ഒരു പെയിനോടുകൂടി മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ഒരു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ടെങ്കിലും ഒരു ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തുക. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം ലെറ്റ് ഗോ ചെയ്ത് പോവുക എന്നതാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിൽ നിങ്ങളെ ചൂസ് ചെയ്യുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നേരായിട്ടുള്ള ഒരു ആൻസർ പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. പക്ഷെ എനർജി, കാർഡ്സുകൾ നൽകുന്ന എനർജി പറയുന്നത് യെസ് എന്നാണ്. ചൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, പക്ഷെ കണ്ടീഷൻസ് ഉണ്ട്. അവർക്കൊരു ശരിക്കും ഒരു ടവർ എനർജി വരണം, അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് തകർന്ന് അവർ സീറോയിലേക്ക് പോയാൽ മാത്രമേ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വേക്കപ്പ് മൂമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സമയം വരണം. അവർക്ക് റിയലൈസേഷൻ ഉണ്ടാകണം. അപ്പൊ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയണം. അപ്പൊ മാത്രമേ ഇവിടെ ഒരു നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളൂ. അതിനു മുന്നേ അവർ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഈഗോ ഫൈറ്റ്സ് ഉണ്ടാകും, നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ നിങ്ങളെ ചൂസ് ചെയ്താലും അത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കാം ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു മൂവ് ഓൺ ചെയ്തതിന് ശേഷമായിരിക്കും അവർ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഫൈനലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവരുടെ മാറ്റത്തെ അനുസരിച്ചാണ്. അപ്പൊ അതോടൊപ്പം തന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെയും ഇത് ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിൽ തന്നെ ആയാൽ ഇവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഓട്ടോമാറ്റിക്കലി എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചേസ് ചെയ്ത് ഒരാളുടെ പുറകെ പോകേണ്ട ഒരാളല്ല, ശരിക്കും പറഞ്ഞാൽ ചൂസ് ചെയ്യപ്പെടേണ്ട ഒരാളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ കൊടുത്താൽ മാത്രമേ മറ്റൊരാൾ നിങ്ങളെ വാല്യൂ ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തിയാണ് ചാൻസിന്. നമ്പർ 8, 1992, ലെറ്റർ Y, 2023. എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ഉള്ള വ്യക്തിയായിരിക്കാം. റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ M, നമ്പർ 22, നമ്പർ 41, 1986, 1979, letter A, number 9, number 30, number 35, number 48, 2000 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 39, മ്യൂസിക്. കോട്ടയം ജില്ല എന്നുള്ള ആളുകളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. നമ്പർ 45 നമുക്ക് കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിൽ കവിളിൽ മറുകളിൽ വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. പാലക്കാട് ജില്ല നമുക്കിവിടെ വരുന്നുണ്ട്. യെല്ലോ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 1, ലെറ്റർ G, ലെറ്റർ X, ജൂൺ, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ് കിട്ടുന്നത്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ഐസ്ക്രീം ലവർ. നമ്പർ 55, യെസ് പോസിബിൾ. എന്ത് കാര്യം വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നുള്ളൊരു നമുക്ക് കിട്ടുന്നത്. 1997, കൊല്ലം ജില്ല. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്രാവലിംഗ് ഇഷ്ടമായിരിക്കാം. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 5, ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 43 ഗ്രീൻ കളർ 2 days പോസിബിലിറ്റി ആണ്. 1986 നമ്പർ 23 ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റീഡിങ് നമ്പർ 53 മെഡിക്കൽ ഫീൽഡ്, ടീ ലവർ ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാം. ട്രൂ ലവ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വയനാട് ജില്ല, ലെറ്റർ എസ്, പർപ്പിൾ കളർ 1980 ആണ് നമുക്ക് ഫൈനൽ ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലൂടെ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.